ഈ വെള്ളമൊക്കെ അവന് നിസ്സാരമാണ്. അതികഠിനമായ വെള്ളം വന്നപ്പോഴാണ് കൈവിട്ടു പോയതെന്ന് ചെറുപുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട രാജേഷിന്റെ സുഹൃത്തിന്റെ വെളിപ്പെടുത്തൽ. അവൻ കൈവിട്ട് പോയത് വെള്ളം അതികഠിനമായ വെള്ളം വന്നു തുടങ്ങി. റോപ്പിൽ കൂടെ അങ്ങോട്ട് പോയ ആള് തിരിച്ചു വരാൻ പറ്റുന്നില്ല. ആ റോപ്പിൽ കൂടെ അങ്ങോട്ട് പോയതാണ് അവൻ. കയ്യെത്തും ദൂരത്ത് നഷ്ടപ്പെട്ടല്ല, കുറച്ച് ദൂരത്ത് തന്നെ പോയല്ലേ? ഇത്രയും ദൂരം കാണും. അവിടം വരെ അവൻ തിരിച്ച് റെസ്ക്യൂല് വന്നപ്പോഴത്തെ വെള്ളം കൂടി ഈ റോപ്പ് വെള്ളത്തിൽ താന്നു തുടങ്ങി. അങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും വെള്ളമില്ല. ഈ റോപ്പിൽ കൂടെ അവൻ കാലും മേലിൽ വെച്ച് ലോക്ക് ചെയ്ത് ഇയാളെയും കടത്തി ഇപ്പുറത്ത് വിട്ടു. ജാക്കറ്റും ഹാർനസും ഇട്ട് അവൻ റെസ്ക്യൂ. അവന് പെട്ടിമ്പിടും ദുരിതത്തിൽ കുട്ടിയുടെ ബോഡി എടുക്കാൻ പോയ ആളാണ്. കളക്ടർ സഹിതം എൻ്റെ ടീം സഹിതം അവനെ സല്യൂട്ട് ചെയ്തതാണ്. റെസ്ക്യൂ അഡ്വഞ്ചറിൻ്റെ ഈ ഇട്ടേക്കുന്ന ജേഴ്സി സഹിതം ഞങ്ങളെ കമ്പനി. ഞാൻ കൊല്ലം, അവൻ തിരുവനന്തപുരം. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ. ഞങ്ങൾ ഒരുമിച്ച്. ചേട്ടൻ ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നോ? ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ കൂടെ ഉണ്ട്. നേരിട്ട് കാണുന്നുണ്ട് ഈ സംഭവം. നേരിട്ട് കാണുന്നുണ്ട്. നീന്താം എന്നുള്ള അവന് കംഫർട്ടബിൾ ആണ്. അവൻ ഇൻസ്ട്രക്ടറാണ് സ്വിമ്മിങ്ങിന്റെ. എന്തായിരുന്നു സത്യത്തിൽ ആ സമയത്ത്? ഈ വെള്ളമൊക്കെ അവൻ നിസ്സാരമാണ്. ഇവിടുന്ന് 2 റാഫ്റ്റും വലിച്ച് അവൻ കയറ്റിയാണ്. ഒഴുകി പോയ 2 റാഫ്റ്റും വലിച്ച് ആടിയിറങ്ങി കയറ്റിയാണ്. അല്ല, എന്തായിരുന്നു സത്യത്തിൽ ആ സമയത്ത് എന്നാ സംഭവിച്ചത്? എന്താ ഇവിടുന്ന് ഒരുപാട് ദൂരത്തുനിന്ന് കുറെ ആൾക്കാർ കുടുങ്ങിപ്പോയെന്നും പറഞ്ഞു. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഓടി. നിങ്ങളൊക്കെ റാഫ്റ്റെല്ലാം പോട്ടെന്ന് പറഞ്ഞു. ആൾക്കാരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് എല്ലാവരും ഈ നാട്ടുകാർ മൊത്തം ഓടുവാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളും പോവാണ്. അപ്പോൾ ഒരാളെ രക്ഷിക്കുന്നതാണ് നമ്മുടെ